സുന്ദരീസ്, ഹാപ്പി വിഷു. എന്തൊക്കെയാണ് പരിപാടി? ഇപ്പം ഞാനിപ്പോൾ തൃശ്ശൂരാണ്. ഇമ്മക്കുട്ടി ഒരു 5 ദിവസം മുമ്പ് തന്നെ പാലക്കാട് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇന്നലെ പാലക്കാട് എത്തി. അപ്പം ഞാൻ അമ്മയുടെ അനിയൻ്റെ ഊണ് കഴിച്ചിട്ട് പാലക്കാട് പോവാച്ചിട്ടാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞില്ലേ വന്ന് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് ഉണ്ട്. ഇന്നലെ രാത്രി എത്തിയില്ല. അപ്പം ഇന്നലെ ഏട്ടനും ഇമ്മക്കുട്ടി അച്ഛനും അമ്മയും കൂടിയൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് ആഘോഷിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ പടക്കം പൊട്ടിക്കണ ഇതൊന്നും ഇല്ല. എസ്പെഷ്യലി അച്ഛൻ പോയതിന് ശേഷം അങ്ങനെ ഒരു ഇതൊന്നും ഇവിടെ അങ്ങനെ തോന്നുകയില്ല നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 11 മണിയാകുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 ഊണുണ്ട്, 2 സദ്യ. ഒന്ന് ഇവിടെ നിന്നുണ്ട്, ഒന്ന് അവിടെ നിന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും 2 വീട്ടിൽ നിന്ന് സദ്യ ഉണ്ടാവില്ലേ. ഞാൻ എന്തായാലും കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഓണത്തിനാന്ന് തോന്നുന്നു ഞാൻ അമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പാലക്കാട് പോവുക ചെയ്തത്. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഏട്ടൻ ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, പക്ഷെ പായസം കുടിക്കുക. അങ്ങനെ 2 സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ആൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ചോറും ഒക്കെ അങ്ങനെ അമ്മയുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ എനിക്കൊരു സമാധാനം. അല്ലെങ്കിൽ എനിക്ക് വിഷു ഓണമൊക്കെ ആയിട്ട് അമ്മയുടെ കൂടെ ഇല്ലാണ്ടാവുമ്പോൾ എനിക്കതൊരു പ്രയാസം പോലെയാണ്. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആവാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടിട്ടാണ് പോവാറ് കാറിൽ പോകുമ്പോൾ. പക്ഷേ ഇതിപ്പോൾ വിഷു അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒന്ന് റെഡി ആവാമെന്നുള്ളത്. അപ്പോൾ ഞാൻ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ഇന്നിപ്പോൾ വിഷു ആണ്, ഇന്ന് പോവാം. എന്നിട്ട് നാളെ നമ്മൾ കൊടൈക്കനാൽ പോവാണ് കേട്ടോ. അതാണ് ഒരു ഫാമിലി ട്രിപ്പ്. ഞാനും ഏട്ടനും ഇമ്മക്കുട്ടിയും അച്ഛനും അമ്മയും കൂടിയിട്ട് നമ്മൾ 5 പേരും കൂടിയിട്ട് കൊടൈക്കനാൽ പോവാണ്. പാലക്കാട് വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ 3 കൂടി തൃശ്ശൂർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തൃശ്ശൂർ വന്നിട്ട് വേണം ഇമ്മക്കുട്ടീനെ വെക്കേഷൻ ക്ലാസ്സസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. വെക്കേഷൻ തുടങ്ങിയ സമയത്ത് വെക്കേഷൻ തുടങ്ങിയ സമയത്ത് ശരിയാണ്, നമ്മൾ മണാലിയിൽ പോയി. പിന്നെ വന്നിട്ട് ഇമ്മക്കുട്ടിക്ക് ഒരു 10 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഇമ്മക്കുട്ടീനെ പാലക്കാട് കൊണ്ടാക്കിയതാണ്. നിന്നൂട്ടോ ഇത്തവണ 5 ദിവസം, വലുതാവും തോറും നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കരഞ്ഞു വരുമോ എന്ന് പറഞ്ഞിട്ട്. ഇത്തവണ അങ്ങനെ കരച്ചിലും ഒന്നും ഉണ്ടായില്ല. 5 ദിവസം സുഖമായിട്ട് നിന്നു. ഞാൻ വിചാരിച്ചു അങ്ങനെ നിൽക്കട്ടെ, നിന്ന് പഠിച്ചാൽ നല്ലതാണല്ലോ. ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ആവുമ്പോഴേ. അത് ഇവിടെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എപ്പോഴും എൻ്റെ ഒപ്പം. ഞാൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്യണ കാരണം ശരിയാണെങ്കിൽ സ്റ്റുഡിയോ മുകളിൽ വരികയാണ് ചെയ്യുക. അപ്പോൾ എന്നാലും സ്കൂൾ വിട്ട് വന്നാലും കുറേ നേരമൊക്കെ എൻ്റെ ഒപ്പം ഇരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഭയങ്കര ശീലമാവുമല്ലേ. അപ്പോൾ വെക്കേഷൻ ടൈമിലെങ്കിലും ഇങ്ങനെ പോയി മാറി നിൽക്കുമ്പോൾ കുട്ടികൾക്കും അതൊരു ചേഞ്ചാണ്. അവർ കുറച്ചൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്യും. കാര്യം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അത് ഉണ്ട്, എപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടേ. അതാണ് വേറൊരു കാര്യം. ഈ കുട്ടീനെ വേറെ റൂമിലേക്ക് മാറ്റി കിടത്തി തുടങ്ങിയിട്ടില്ല കേട്ടോ. വേറെ ബെഡിൽ കിടക്കും, പക്ഷെ മിക്കവാറും ഏട്ടനില്ലാത്ത സമയമാണെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ ബെഡിൽ കിടക്കും. അങ്ങനെയാണ് ഉള്ളത്. എന്തായാലും ഇത്തവണ അടിപൊളിയായിട്ട് നിന്ന് കുട്ടി അച്ഛനും അമ്മയും കൂടെ കുറേ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോയി. ദൂരത്തിലൊക്കെ കൊണ്ടുപോയി. ഭയങ്കര ചൂടായിരുന്നു എന്ന് പറഞ്ഞു. വീട്ടിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ അവിടെ സോളാറാണ്. പിന്നെ 3 റൂമിലും ഹാളിലല്ല ഓഫീസ് റൂമിലും AC ആയതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെയാണ് ഇരിക്കുക. അതല്ലാണ്ട് പറ്റില്ല കേട്ടോ. പാലക്കാട് ഭയങ്കര പാടാണ്. അവിടെ അമ്മയ്ക്കാണെങ്കിൽ AC അലർജിയാണ് താനും. അപ്പോൾ അമ്മയ്ക്ക് പോലും AC അലർജി ആയിട്ട് പോലും അമ്മയ്ക്ക് പറ്റുന്നില്ല AC ഇല്ലാണ്ടിരിക്കാനായിട്ട്. അത്ര ചൂടല്ല അവിടെ. ഇവിടെയാണെങ്കിൽ പോലും അതാട്ടോ AC ഇട്ടിരിക്കും. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഇപ്പോൾ എത്രയാണ് വരുന്നത്? കഴിഞ്ഞ മാസം തന്നെ 5000 രൂപ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് 1000 രൂപേനെക്കാട്ടിലും കൂടുതൽ വരണേ. ഈ AC ഫുൾ ടൈം ഇട്ടിട്ടേ അയ്യോ അതൊരു ടാസ്ക്കാണ്. ഭയങ്കര ചൂടല്ലേ. നമ്മളിപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടു കേട്ടോ. അത്ര തന്നെ മതി. വേറെ ഇങ്ങനെ ഭയങ്കര മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ പിന്നെ ഞാൻ ഇത് വിഷ് കെയറിൻ്റെ അൺഡ്രാം റോൾ ഓൺ സിറമാണ്. ഇതും നമുക്ക് അപ്ലൈ ചെയ്യാം. ചൂട് സമയമായതുകൊണ്ട് തന്നെ നമ്മൾ വേർത്തൊലിക്കുന്നതായിരിക്കും. അമ്മ ഇന്ന് ബ്രൗൺ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രൗൺ പായസം എൻ്റെ ഫേവറേറ്റ് അല്ല എന്ന് മാത്രമല്ല, ഞാൻ ബ്രൗൺ പായസം തീരെ കുടിക്കില്ല. പക്ഷേ എപ്പോഴും സേമിയ ഇതൊക്കെ ആയതുകൊണ്ട് ഒരു വെറൈറ്റിക്ക്. കഴിഞ്ഞ വർഷം നമ്മൾ പായസം ഉണ്ടാക്കി സദ്യയൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷമാണ് പിന്നെ നമ്മളിങ്ങനെ
കുറച്ചായിട്ട് ഓരോന്ന് ചെയ്യാമെന്നുള്ള രീതിയിൽ തുടങ്ങണത് കേട്ടോ. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഭക്ഷണം വെക്കണേലോ കഴിക്കണേലോ അതിലല്ലോ സന്തോഷം. നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ല സന്തോഷം ഉണ്ടാവണേ. അപ്പോൾ അച്ഛനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും ഒരു വിഷമമാണ്. അപ്പം എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്, എന്താ അമ്മ വരാത്ത വീഡിയോയിൽ. പണ്ടേ അങ്ങനെ അധികമൊന്നും വന്നിരുന്നില്ല അമ്മ, ഞാൻ നിർബന്ധിക്കുമ്പോൾ വരുമായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ്സ് ഓക്കെ. അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു സ്പേസ് വേണ്ടേ. അപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മയെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ. അമ്മ ഒരു ഫങ്ഷൻസിന് പോലും പോകാറില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച ഇടയ്ക്ക് സിനിമയ്ക്ക് പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകും, ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോകും, എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ സന്തോഷങ്ങൾക്ക് ഒക്കെ ആയിട്ട് അമ്മ എന്തായാലും വരണം എനിക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച് പോകുമ്പോൾ പോണതാണ്. പക്ഷെ അമ്മ യോഗ ചെയ്യും കേട്ടോ എല്ലാ ദിവസവും. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ ദിവസവും യോഗ ചെയ്യും. പിന്നെ ടി വിയിലുള്ള സിനിമകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ വീട്ടിൽ പണിയുണ്ടല്ലോ, നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് എന്ന് വെച്ചാൽ 10 സെൻറ്റേ ഉള്ളൂ കേട്ടോ. എന്നാൽ അതെങ്കിൽ അതിൽ കുറച്ച് ചെടികളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ ജോലിക്ക് ആരുമില്ല കേട്ടോ, ഹൗസ് ഹെൽപ്പ് ആരുമില്ല. അപ്പോൾ ഇതൊക്കെ അമ്മ തന്നെയാണ് അടിച്ചു വാരി തുടയ്ക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ ആലോചിച്ചറിയാമല്ലോ എത്ര ജോലി ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ മുകളിലൊരു അടുക്കള സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഞാൻ തന്നെ നോക്കും. മാവ് അമ്മ അപ്പോഴും അരച്ചു തരും കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യങ്ങളും ഇമ്മക്കുട്ടിയുടെ കാര്യങ്ങളും തന്നെ ഞാൻ തന്നെ നോക്കിയാൽ അമ്മയ്ക്ക് കുറച്ചെങ്കിലും ഒരു സഹായമാണ്. അപ്പം ഞാൻ കുറേ കമൻറ്റ്സ് കാണാറുണ്ട്, നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, സ്ത്രീ ഇങ്ങനെ ഒരു വീട്ടിൽ തന്നെ 2 അടുക്കള എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ട്. ഇതൊക്കെ നമ്മുടെ കൺവീനിയൻസ് അല്ലേ. കുറേ പേര് പറയണെന്താ വെച്ചാൽ നമ്മൾ ഒരു വീട്ടിൽ തന്നെ 2 അടുക്കള ഉണ്ടെങ്കിൽ തല്ലൂടുത്രേ. ഞാനും എൻ്റെ അമ്മയും ദൈവം സഹായിച്ച് ഇതുവരെയും തല്ലൂട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തല്ലുടി തലപ്പൊളിക്കും, അത് വേറെ കാര്യം. അതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ അമ്മമാരും മക്കളും തമ്മിൽ തല്ലൂട്ടുണ്ടാവുമായിരിക്കും, ഇല്ലാത്തവരും ഉണ്ടാവാം. പക്ഷെ ഞാനും അമ്മയും ഭയങ്കര ഫൈറ്റിങ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ തന്നെയാണ് ഫസ്റ്റ് ഉണ്ടാവുക. അമ്മയുടെ ഹെൽപ്പോട് കൂടി തന്നെയല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ എല്ലാം ഓരോരുത്തരുടെ കൺവീനിയൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് സൗകര്യം, നമുക്ക് ഷൂട്ട് ചെയ്യാനും അതാണ് നല്ലത്. പിന്നെ ഞാൻ തന്നെ ഇവിടെ മുകളിൽ വാഷിംഗ് മെഷീൻ ഉള്ള കാരണം എൻ്റെ ഇമ്മക്കുട്ടിയുടെ ഞാൻ തന്നെ വാഷ് ചെയ്ത് തോരിയിടുക. അല്ലെങ്കിൽ അമ്മ ഇതൊക്കെ കൊണ്ട് മുകളിൽ കൊണ്ട് തോരിയിടുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടപ്പാടാണ്. പിന്നെ കൊണ്ട് ആവുന്ന ഒരു ഹെൽപ്പാണത്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക നമ്മുടെ അമ്മയും അച്ഛനൊക്കെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് ഒരു പ്രായമായിട്ടുണ്ടെങ്കിൽ പ്രായമായി എന്ന് അംഗീകരിച്ച് അവർക്ക് ആവുന്ന ഹെൽപ്പെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഞാൻ ജോലി കുറച്ച്, അല്ലെങ്കിൽ എപ്പോഴും 24 മണിക്കൂർ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കുറച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. എല്ലാം അമ്മയെക്കൊണ്ട് ചെയ്യിച്ചു. ഇവിടെ വന്ന സമയത്ത് അമ്മ തന്നെ ചെയ്തു തന്നിരുന്നിട്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇനി അമ്മ എന്തായാലും ചെയ്യണം, അറ്റ്ലീസ്റ്റ് എൻ്റെ ഏതെങ്കിലും എനിക്ക് ചെയ്യണം, എൻ്റെ അമ്മക്കുട്ടിയുടെയും കാര്യങ്ങൾ ഞാൻ നോക്കാം. അതുപോലെ അമ്മയ്ക്കും അതൊരു ഭയങ്കര ജോലി കുറവാണല്ലോ, ഭാരം കുറവാണ്. അല്ലെങ്കിൽ എല്ലാം കൂടി അമ്മമാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും രാവിലെ നമുക്ക് ഒരു 6:45 7 ഒക്കെ വേണം, കാരണം ഇമ്മക്കുട്ടിക്ക് നേരത്തെ പോകണ്ടേ. അപ്പോൾ അമ്മ എത്ര മണിക്ക് എനിക്കണം, 5:30 6 ആകുമ്പോൾ എണീറ്റിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എനിക്കാകുമ്പോൾ കുഴപ്പമില്ല, എനിക്കിവിടെ 6 മണിക്ക് എണീറ്റ് ചെയ്ത് ഇമ്മക്കുട്ടീനെ വിട്ടിട്ട് അമ്മയ്ക്ക് അങ്ങനെ ആകുമ്പോൾ ഒരു 6 7 ആകുമ്പോൾ സമാധാനമായിട്ട് എണീക്കാം. അങ്ങനെ എണീറ്റാലും അമ്മയ്ക്ക് പിന്നെ പണി തന്നെയാണ് കേട്ടോ, പറമ്പിലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പണിയുണ്ട്. അപ്പം അത്ര നേരം അമ്മ സ്വസ്ഥമായിട്ട് ഉറങ്ങിയാൽ അത് നല്ലതല്ലേ. അയ്യോ, അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ കേട്ടോ. എനിക്കറിയാം ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും ആൾക്കാർ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നുള്ളത്. അത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല. പിന്നെ വഴക്കുണ്ടാവും, അടുക്കള 2 പാടില്ല, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളായിരുന്നു. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കാണ്ടിരിക്കുകയും അതേപോലെ തന്നെ പറ്റുന്ന സഹായം പറ്റുകയാണെങ്കിൽ ചെയ്യുക, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കാണ്ട് തന്നെ ജീവിച്ചാൽ എനിക്ക് തോന്നുന്നു അത് തന്നെ മതിയാവും തോന്നുന്നുണ്ട് ദൈവത്തിന്. അല്ലാണ്ട് ദൈവത്തിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പണ്ടത്തെ ഓരോരുത്തർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കാണ്ട് നല്ലപോലെ ജീവിച്ചാൽ തന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ ബാക്കിയൊക്കെ ഡെസ്റ്റിനിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിധി എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ടല്ലോ. ചിലത് നമ്മുടെ ജീവിതത്തിൽ വരും, അത് നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ, അത്രയേ ഉള്ളൂ.
അത് അനുഭവിക്കാനുള്ളൊരു ശക്തി നമുക്ക് തരണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കേ, നമ്മുടെ ചിറ്റാറ്റിലൂടെ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ റെഡിയായി. ഞാൻ മുടി ഒന്ന് ശരിയാക്കണം കേട്ടോ. അയ്യോ, ഞാൻ രാവിലെ കുളിച്ച് അങ്ങനെ വെച്ചതാ, ഒന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് സിറം അപ്ലൈ ചെയ്ത് എന്ത് ചപ്രത്തലിച്ചി ആയില്ല ഞാൻ, ടൂ മച്ച് ഓഫ് ചപ്രത്തലിച്ചി. ഓക്കേ, എൻ്റെ കഴിഞ്ഞ ഷോർട്സിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെറ്റി കയറുന്നതിനെ കുറിച്ചിട്ട്. നെറ്റി കയറിയതാണ് എൻ്റെ, അത് കുറേ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിൽ നമ്മുടെ നേരെ തന്നെ ഈ വെളിച്ചം ഇവിടെ തട്ടുമ്പോൾ അത് കൂടുതൽ അറിയണതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഇനി GFC ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഞാൻ നിർത്തിയതാണ് കേട്ടോ, 6 സെഷൻസ് ചെയ്തിട്ട് നിർത്തിയതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇനി ആദ്യം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. എന്തായാലും നോക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും ഇല്ല, കുറച്ച് നാളും കൂടി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഇനി മുടിയൊന്ന് ഇതാക്കി ഒരു സൽവാറിട്ട് മുടി ഒന്ന് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെഡി ആവല് കഴിഞ്ഞു കേട്ടോ. പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്, ഒരു പെട്ടി സാധനങ്ങളുണ്ട്, ഒരു ബാക്ക് പാക്ക്. അതെ, ഇത്ര പെട്ടെന്ന് അടുത്തൊരു ട്രിപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ നമ്മൾ കുറേ നാളായി വിചാരിക്കുന്നു അച്ഛനും അമ്മയും കൂട്ടി എങ്ങടെയെങ്കിലും പോകണമെന്ന്. അത് ഈ വർഷം ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് പാരൻസിനെയും കൂട്ടി എങ്ങടെയെങ്കിലും പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു അച്ഛനമ്മയും കൂട്ടി കൊടൈക്കനാൽ പോവാൻ. ഞാൻ ഇവിടെ അമ്മയെ കൂട്ടിയിട്ടും എങ്ങടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ പടിപ്പുരയിലായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി പോവാണ് ഓരോ സ്ഥലങ്ങൾ, പറ്റിയത് ഏതാന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കാം. ഞാനത് ഏജൻസി നോക്കുന്നുണ്ട് കേട്ടോ. അമ്മയെ കൂട്ടി പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏജൻസി ആകുമ്പോൾ കുറേ കൂടി നമുക്ക് വലിയ പ്ലാനിങ് ഇല്ലാണ്ട് കൃത്യമായിട്ട് അവരങ്ങ് കൊണ്ടുപോകുമല്ലോ. ആ ഒരു പൈസ അങ്ങോട്ട് കൊടുത്താൽ പോരെ. മണാലി നമ്മൾ എന്താ ഏജൻസി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഏജൻസിനെക്കാട്ടിലും പൈസ കുറവിൽ നമുക്ക് പോയി വരാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലാണ്, പിന്നെ നമ്മൾ 3 പേരല്ലേ പോണേ, അപ്പോൾ നമുക്കത് പ്ലാൻ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. മണാലിയൊക്കെ ഈസിലി നമുക്ക് യൂട്യൂബ് നോക്കി പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പല റേറ്റിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഏറ്റവും കുറവിലും പറ്റും, നന്നായി കൂടുതലായിട്ടും ചെയ്യാൻ പറ്റും. നമ്മളൊരു മിഡ് റേഞ്ച്, നമ്മുടെ ഒരു 1-1:20 ഇടയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ ട്രിപ്പിന്. അതിൽ വിൻ്റർ വെയർസ് ഉണ്ടാവും, മറ്റ് ഔട്ട്ഫിറ്റ്സ് ഒന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട്, ട്രിപ്പിന് വേണ്ടിയിട്ട് വിൻ്റർ വെയർസ് മേടിക്കില്ലേ നമ്മൾ, അത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 130 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, 10 ദിവസത്തെ ട്രിപ്പായിരുന്നല്ലോ, ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം അടക്കാം. ആ ഒരു അത്യാവശ്യം നമ്മൾ നല്ല സ്ഥലത്തൊക്കെ താമസിച്ചേ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുടിയൊന്ന് മെടഞ്ഞിട്ടു, നല്ല ചൂടല്ലേ, അഴിച്ചിടാനേ പറ്റണില്ല. പിന്നെ എന്താ പെട്ടി പാക്ഡാണ്. പിന്നെ ഇതാണ് എൻ്റെ മേക്കപ്പും സ്കിൻ കെയറും ഹെയർ കെയറും ജ്വല്ലറി എല്ലാം കൂടിയിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് ഇത്രയാക്കി. കറുപ്പ് പായസം മാത്രമല്ല കേട്ടോ, വെള്ളപ്പായസം ഉണ്ട്. ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടപ്പായസം. എന്താണെന്നറിയോ, അത് നമ്മുടെ നെയ്ബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഈദും അതേപോലെ പെരുന്നാളിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് അവിടെ നിന്ന് ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ കിട്ടും കേട്ടോ. ഞാൻ ആക്ച്വലി ഇങ്ങനെ കാത്തിരിക്കും, കിട്ടിയില്ല അമ്മ എന്ന് ചോദിച്ചിട്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അമ്മ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ, അതായത് വിഷുവും ഓണമൊക്കെ വരുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കും കേട്ടോ പായസം. എന്നിട്ട് പായസം മാത്രമല്ല, എല്ലാ വിഭവങ്ങളും കുറച്ചധികം ഉണ്ടാക്കും, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ സദ്യയിൽ നമുക്ക് ചോറ്, സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി, അവിയൽ, പിന്നെ ഓലൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് ഇത്തിരി ഒരു ഇഷ്ടക്കുറവുള്ളത് മാമ്പഴ പുളിശ്ശേരി മാത്രമേ ഉള്ളൂ. അതെന്താ വെച്ചാൽ എനിക്ക് ഈ ചോറിൻ്റെ അപ്പം ഈ മധുരം വരുന്നതൊന്നും ഇഷ്ടമല്ല. അതേപോലെ വേറെയും കറികളുണ്ടല്ലോ, പൈനാപ്പിൾ പച്ചടി, അതൊന്നും എനിക്കിഷ്ടമല്ല ചോറിൻ്റെ ഒപ്പം. പക്ഷെ എന്നാലും ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡയറ്റ് വെള്ളപ്പൈസും ബ്രൗൺ പൈസും ഞാനത് കഴിച്ചിട്ട് ഇറങ്ങും കേട്ടോ. നല്ലതായിട്ടുണ്ട്. എനിക്ക് ഇതുണ്ടാക്കാനല്ലേ ബുദ്ധിമുട്ട്. ഈ തേങ്ങാപ്പാല് ഞാൻ കുറച്ചുണ്ടാക്കിയുള്ളൂ, 1.5 തേങ്ങയുടെ പാല് എടുത്തിട്ട് അത്രയും കുറച്ച് അലങ്കാരക്കാർക്കും കൊടുത്തു. അപ്പൊ നമ്മള് പാലക്കാട് പോവാണ് കേട്ടോ. 2 ഗ്ലാസ് പായസമല്ലേ കുടിച്ച് ഒക്കെ വരുന്ന, ഞാൻ 1 ഗ്ലാസ്സേ കുടിച്ചുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു പാത്രം പായസം എടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക്, അവിടെയും പായസം ഉണ്ട്. അയ്യോ, ഞങ്ങളുണ്ടല്ലോ വണ്ടി ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ വരെ നടന്നതൊക്കെയാണ് ഈ കാണുന്നത്.
അയ്യോ വേർത്ത് കുളിച്ച്. കാറിലെ കുഴപ്പമില്ല, ഈ സീറ്റ് ഇരിക്കണോണ്ട് അത്ര കുഴപ്പമില്ല, സുഖമായിട്ട് അവിടെ എത്തും. ഏട്ടാ പിന്നെ ഇമ്മക്കുട്ടിയെ കണ്ടിട്ട് ഇങ്ങോട്ട് വരണമല്ലോ. ഇങ്ങനെ കുറേ ദിവസമായില്ലേ ഇങ്ങനെ കണ്ടിട്ട്, നമ്മൾ ജസ്റ്റ് വീഡിയോയിലല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് രാത്രിയൊക്കെ ആവുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പകല് പിന്നെ ഇങ്ങനെ ജോലിയുടെ തിരക്കിലായതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് പൊക്കോളും. രാത്രിയാകുമ്പോൾ ഭയങ്കര മിസ് ചെയ്യും. പക്ഷെ എപ്പോഴും വോയിസ് മെസ്സേജും ഇങ്ങനെ ഇതൊക്കെ ആയിരിക്കും, വീഡിയോസും പിന്നെ കുറേ ഇങ്ങനെ സ്മൈലീസ് ഒക്കെ ഉണ്ടല്ലോ പുതിയത്. ഏട്ടൻ ആ ടാബ് എടുത്ത് സ്മൈലീസ് ഒക്കെ ഉണ്ടാക്കി, അവതാറൊക്കെ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ അങ്ങനെ അയച്ചുകൊണ്ടിരിക്കും ആള്. നമ്മളിപ്പോ ശക്തി എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല, ഒരു 1.5 മണിക്കൂറിൽ എത്തും. എന്നിട്ട് അവിടെ നിന്നും ഊണ് കഴിക്കണം. അതാണ് 2 ഊണാണ് എനിക്ക് ഇഷ്ടം. അപ്പം ഇനി നമുക്ക് പാലക്കാടത്തെ സദ്യ കഴിക്കാം. ഇവിടെയും ചോറും മാമ്പഴപ്പുളിശ്ശേരിയും പിന്നെ അവിയലും അതുപോലെ ഒരു ഉപ്പേരിയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അറിയാം എനിക്ക് മാമ്പഴക്കൂട്ട അത്ര ഇഷ്ടമില്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് അമ്മ വേറെ പച്ചമാങ്ങ വെച്ചിട്ടൊരു കൂട്ടാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അരിപ്പായസമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അവിടെ അമ്മയുടെ ഇവിടെ പാലട. പിന്നെ നമ്മളിതാ മീനിന് ഭക്ഷണം കൊടുക്കുകയാണ്. അതിന് വേറെ ഭക്ഷണം ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇപ്പോൾ ചോറ് അത് കുറച്ച് ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മ ഉടച്ചൊക്കെ കൊടുക്കും. ഉടച്ചൊക്കെയാണ് കൊടുക്കുക, മീനുകൾക്ക് തൊണ്ടയിൽ കുടുങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പെറ്റ്സിനെ വളർത്തണ പോലെയാണ് അമ്മ അച്ഛനൂടെ മീനിനെ വളർത്തണത് കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ, വലിയ വലിയ മീനുകളും കൂടി ഉണ്ട്. അത് പക്ഷേ ഈ പക്ഷെ ഇട്ട് കൊടുക്കണ സമയത്ത് വലിയ മീനുകൾ വരില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതിന് നല്ല ബുദ്ധിയുണ്ട്. നമ്മൾ പിടിച്ചാലോ വിചാരിച്ചിട്ടാണ്. കാല് നനയ്ക്കുമ്പോൾ നല്ല സുഖമാണ്. ഇത്ര വെയിലാണെങ്കിലും വെള്ളത്തിന് കുളത്തിലെ വെള്ളത്തിന് തണുപ്പുണ്ട്. അതാ കെട്ടി വെച്ചിരിക്കുന്ന കല്ലൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ വെയിൽ അസഹനീയമാണ് കേട്ടോ, ചുട്ടു പൊള്ളണ വെയിലാണ്. പാലക്കാടാണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാവരും പറയണ പോലെ പാലക്കാട് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് ഭയങ്കര എക്സ്ട്രീം ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തൃശ്ശൂരുള്ളതിനെക്കാട്ടിലും കൂടുതലാണ്. പക്ഷേ നമുക്ക് ഭയങ്കര വ്യത്യാസം, അങ്ങനെ എക്സ്ട്രീം ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം നമുക്ക് തൃശ്ശൂരാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ചൂടുണ്ട്. ഏത് വല്ല തനിയെ പറിച്ചു അല്ലേ? അമ്മക്കുട്ടിയുടെ പലക്കെ തനിയാണ് കേട്ടോ പറിക്കാം. Bye, baby. Yes. അല്ലെങ്കിൽ വേണ്ട. കുഞ്ഞിന് almost rich. ആണ്ടവരെ വന്നാലും അതൊരു സന്തോഷല്ലേ കൊച്ചിരിക്കണോട്ടെ. വിശ്വാസമില്ല. നമ്മുടെ സുന്ദരി ബാവയെ 2 വ്യത്യാസങ്ങളാണ് ഇമ്മക്കുട്ടിക്കുള്ളത്. 1 പല്ല്, 2 ഇമ്മൂന്റെ ഡാർക്ക് സർക്കിൾസ് കുറഞ്ഞു. 11 o'clock എല്ലാ ദിവസവും 11 o'clock എനിക്ക് നന്നായിട്ട് ഉറങ്ങിയിട്ട് ഇമ്മൂന്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ എടുത്തിരിക്കുക. എന്താ വ്യത്യാസം ശരിയാട്ടോ. ഇമ്മൂന്റെ ഡാർക്ക് സർക്കിൾസ് ഇമ്മൂന് ജനറ്റിക്കലി തന്നെ ഡാർക്ക് സർക്കിൾസ് ഉള്ളതാണ്. കാരണം 1 ഇമ്മൂൻ്റെ കുറച്ച് കുഴിഞ്ഞ കണ്ണാണ്, 2 ഇമ്മൂൻ്റെ ഫാമിലിപരമായിട്ട് തന്നെ ഇമ്മൂൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ അവിടുത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കുറഞ്ഞടാ ഉറങ്ങിയിട്ട്. നമ്മുടെ കുട്ടി ഇപ്പോൾ വെക്കേഷനാണ് ഉറങ്ങണേ. If there was no vacation, there's no sleep. And if there's no sleep, I will become tired. And if I become tired, I will get sick. ഇത് നോക്ക്, ഇതെന്താ? ഇത് ഇമ്മക്കുട്ടി അമ്മയ്ക്ക് വേണ്ടി മേടിച്ച ഗിഫ്റ്റാണ് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട്. ഇറ്റ് ലുക്സ് ലൈക്ക് ഡയമണ്ട് ആണോ ബേബി ഇത്? പിന്നെ ഇതെന്താ? ഇതെവിടെ നിന്ന് മേടിച്ച് അതും അറിയില്ലേ? എല്ലാ തവണയും ഇമ്മക്കുട്ടി ഇങ്ങനെ പാലക്കാടിൽ നിന്നിട്ട് ഞാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും മേടിക്കും.
നിർബന്ധമായിട്ട് എന്തെങ്കിലും വെക്കും. ഇതാണ് കമ്പൽ. ഞാൻ പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. സദ്യയും പായസവും ഉറക്കവും ഇതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. എന്നിട്ട് അമ്മ മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമാങ്ങ ഉണ്ടായിരുന്നു, പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാങ്ങ മുറിച്ച് കഴിക്കുക. ഈ സീസണിൽ ഞാൻ നന്നായി കഴിച്ചു കേട്ടോ. കാരണം പല സമയത്തും നമ്മൾ നാട്ടിലുണ്ടാവാറില്ല കഴിഞ്ഞ തവണയൊക്കെ. അപ്പോൾ കൊറിയർ അയച്ചു തരികയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഗോവയിലേക്ക് എത്തുമ്പോഴേക്കും അതും അത്ര നന്നാവാറില്ല. ഇതാണ് അടിപൊളിയായിട്ട് കഴിച്ചു. Lots of manga. Just manga. You don't even let me talk. അയ്യോ സോറി, ടോക്കിക്കോളൂ. ഒക്കെ പടക്കം പൊട്ടിക്കാൻ പോകും. അപ്പം നമ്മൾ എനിക്ക് എന്തിനാന്നറിയില്ല, ഞാൻ പാക്ക് തുറന്നു. എടാ കുഞ്ഞ, എന്നിട്ട് ഈ മൂന്നിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടി ഇതിൽ വെക്കാം. 3 ദിവസത്തേക്കുള്ളതാണ്. Red fire. അടിപൊളിയുണ്ടല്ലോ. അതാ അമ്മ കത്തിക്കാണ്. താങ്ക് യു മുക്കുട്ടി. പിന്നെ ഇനി കുറച്ച് ഒറ്റപ്പടക്കങ്ങളും കൂടി ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി കുറേയൊക്കെ ഇമ്മക്കുട്ടി രാവിലെ ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് കത്തിച്ച് തീർത്തതാണ്. ഈ ഒറ്റപ്പടക്കങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കത്തിച്ച് കുറേ സമയം എടുക്കുക. അപ്പോൾ ഒരു 5-6 ഒരുമിച്ച് വെച്ചിട്ട് ഈ കമ്പിൽ വെച്ചിട്ട് അച്ഛൻ പൊട്ടിക്കണതാണ്. അപ്പോൾ ഭയങ്കര ശബ്ദമുണ്ട്. എനിക്കിങ്ങനെ ഭയങ്കര ശബ്ദം അത്ര ഇഷ്ടമില്ല കേട്ടോ. എന്നിട്ട് എനിക്ക് പൂത്തിരി കമ്പിത്തിരി അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് ഞാൻ ഈ ഡിന്നർ കഴിക്കണില്ല കേട്ടോ. കാരണം എൻ്റെ വയറ് നിറഞ്ഞു. ഇന്നിപ്പോൾ 2 ഊണ് കഴിച്ചിട്ടും പിന്നെ കുറേ മാങ്ങ കഴിച്ചു. കുറേ മാങ്ങ കഴിച്ചു കേട്ടോ. പിന്നെ ഇത് പനന്നുങ്ങ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പനന്നുങ്ങ്. അന്ന് തന്നെ നമ്മൾ പാലക്കാട് നിന്ന് പോകുന്ന സമയത്ത് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അച്ഛനമ്മയും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മക്കുട്ടിയെ സർപ്രൈസായിട്ട് തന്നു. പിന്നെ ഇമ്മക്കുട്ടി ഒരു കമ്മൽ തന്നു എനിക്ക്. അങ്ങനെ അടിപൊളി വിഷുവായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിഷുവായിരുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അടിപൊളി വർഷമാവട്ടെ മുന്നോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.